Hi students, Apple Bee Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ HSST കൊമേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എന്താണ് വേരിയൻസ് അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. സോ ഫസ്റ്റ്ലി വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് എന്നാണ്. അതായത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന, അതായത് ഇപ്പം മെറ്റീരിയലിന് എത്രത്തോളം കോസ്റ്റ് ആകും അല്ലെങ്കിൽ ലേബറിന് ഇത്രത്തോളം കോസ്റ്റ് ആകും എന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കുന്ന ഒരു തുകയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നമ്മളിത് ഡിറ്റർമിൻ ചെയ്യും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് എത്രത്തോളം ഓരോ കോസ്റ്റ് എലമെൻസിനും എത്രത്തോളം കോസ്റ്റ് ആകുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ കൺട്രോളിങ് അല്ലെങ്കിൽ ഇത് നമ്മളൊരു മാനേജീരിയൽ ടൂൾ പോലെ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് നൗ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് പല ബേസിസുകൾ യൂസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിന് പലപ്പോഴും എസ്റ്റിമേറ്റഡ് കോസ്റ്റും അത് കൺഫ്യൂസ്ഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു, അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റും അത് തന്നെയല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഇവർ തമ്മിൽ ധാരാളം ഡിഫറൻസസ് ഉണ്ട്. സോ ഒന്നാമതായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഷുഡ് ബി, അതായത് എത്രത്തോളം ആകണം, അതായത് ഇതിനപ്പുറം പോകാൻ പാടില്ല എന്നൊരു ഒരു കൺട്രോൾ ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എസ്റ്റിമേറ്റിൽ നമ്മൾ ഏകദേശം എത്ര ആയേക്കാം, എത്രത്തോളം വന്നേക്കാം, അങ്ങനെ നമുക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു കൺട്രോളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റേതായിട്ടുള്ള ടൂളുകൾ അല്ലെങ്കിൽ ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടാണ് കോസ്റ്റ് എത്രത്തോളം ആകുമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ നമ്മൾ എങ്ങനെയാണെന്നറിയാമോ, ഇതിന് മുമ്പ് നടന്ന എക്സ്പീരിയൻസ്, ഇപ്പോൾ നമ്മൾ പറയും ഓക്കെ കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രത്തോളം ചിലവായി, സോ ഈ വർഷം ഇത്രത്തോളം ചിലവാകാം എന്നുള്ളതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മളിത് മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കുകയാണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിൻ്റെ സെല്ലിംഗ് പ്രൈസ് കോട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷന് ചൂസ് ചെയ്യാവുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്ററിക്കൽ കോസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കണം.
ഇനി നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ യൂസ് ചെയ്ത് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും മിനിമൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ ഒന്നാമതായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ച് നമ്മൾ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. സോ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ഇപ്പം മെറ്റീരിയലിന് ഒരു 10,000 രൂപ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ചു. സോ ആക്ച്വൽ പെർഫോമൻസ് വന്നപ്പോൾ അത് 11,000 ആയി. സോ ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ അവിടെ വേരിയൻസ് ഉണ്ട്. ആ ചേഞ്ച് ആണ് വേരിയൻസ്. ഇനി ആ വേരിയൻസ് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ എലമെൻറ്റ്സും, അതായത് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഇതിന് ഓരോന്നിനും സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ പെർഫോമൻസ്, അതായത് ആക്ച്വലി നിങ്ങൾക്ക് എത്രയായി എന്നുള്ളത് അറിയണം. എങ്കിലല്ലേ നമുക്കൊരു അനാലിസിസ് നടത്താനായിട്ട് പറ്റുള്ളൂ. സോ ആക്ച്വൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ വേരിയൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലും സ്റ്റാൻഡേർഡും വെച്ച് കമ്പയർ ചെയ്യുമ്പം വേരിയൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. ഇനി വേരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ വേരിയൻസ് ഉണ്ടായത്, എത്രത്തോളം വേരിയൻസ് ഉണ്ടായി എന്നൊക്കെയുള്ള അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന എമൗണ്ട് കാര്യങ്ങൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ നമുക്കതിനെ വളരെ സിമ്പിൾ സ്റ്റെപ്പാക്കി ഒന്നുകൂടി പറയാം. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, ഡിറ്റർമിനേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ്, കമ്പയറിംഗ് ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് കോസസ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് വേരിയൻസ്, അതായത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണിത് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ വേരിയൻസ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് അതിൻ്റെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ അസസ് ചെയ്യാം, അല്ലേ? നമ്മളിപ്പോൾ വിചാരിച്ചതിൽ കൂടുതൽ, ഇപ്പം ഞാൻ മെറ്റീരിയൽ കോസ്റ്റ് ഒരു 10,000 ആകുമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊരു 13,000 ആയെങ്കിൽ അത് എൻ്റെ പെർഫോമൻസിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള ഇൻഎഫിഷ്യൻസിയാണ്, അല്ലെങ്കിൽ എവിടെയോ വന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് അവിടുത്തെ പെർഫോമൻസ് കുറച്ചുകൂടി ഉയർത്താമായിരുന്നു എന്ന് തോന്നുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി ടു കൺട്രോൾ കോസ്റ്റ്, അല്ലേ? കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഓഫ് കോഴ്സ് അതിൻ്റെ പർപ്പസ് ആണ്. ടു എനേബിൾ ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് ഈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. അതായത് ഇപ്പോൾ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഒരുപോലെ എത്തി എല്ലാ കാര്യങ്ങളും ഒരുപോലെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ വേരിയൻസ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി വേരിയൻസ് വന്നു, നിങ്ങൾ വിചാരിച്ചതിലും വളരെ കൂടുതലായിപ്പോയി നിങ്ങളുടെ കോസ്റ്റ്. അപ്പോൾ ഒരു മാനേജർ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേപോലെ കൊടുക്കണമെന്നില്ല, ഇവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുതന്നെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് കൊടുക്കുകയാണ്, എല്ലായിടത്തും ഒരുപോലെ കൊടുക്കാതെ ഫോക്കസ് കൊടുക്കേണ്ടടുത്ത് ഫോക്കസ് കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഫങ്ഷനിങ് നമുക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് അസിസ്റ്റ് ഇൻ അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ നോൺ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനൊപ്പം ഉയർന്നില്ലെങ്കിൽ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം, അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇവിടെ ഈ പറയുന്ന വേരിയൻസുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ വേരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. സോ ഈ പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ടായി, സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് വേരിയൻസ് ഉണ്ടാകുന്നത്. സോ ആ ഡീവിയേഷൻ 2 തരത്തിലാകാം, ഫേവറബിളും ഉണ്ടാകാം, അൺഫേവറബിളും ഉണ്ടാകാം. ഇപ്പോൾ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ 10,000 രൂപ മെറ്റീരിയലിന് കോസ്റ്റ് സെറ്റ് ചെയ്തു, എനിക്ക് 8,000 ആയുള്ളൂ. അവിടെയും വേരിയൻസ് സംഭവിച്ചു. എൻ്റെ ആക്ച്വൽ കോസ്റ്റ് 8,000 ആണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് 10,000 ആണ്. സോ ഇവിടെയും ഡിഫറൻസ് വന്നു, പക്ഷെ അതൊരു ഫേവറബിൾ ഡിഫറൻസ് ആണ്, അല്ലേ? കാരണം എൻ്റെ കോസ്റ്റ് കുറയുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു, എനിക്ക് 25,000 കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് കൂടുന്നതല്ലേ നല്ലത്? സോ ദാറ്റ് ഈസ് ഓൾസോ ഫേവറബിൾ, അല്ലേ? യെസ്. സോ വെൻ ആക്ച്വൽ കോസ്റ്റ് ഇസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് or actual profit is more than standard profit, it is favorable variance. നേരെ മറിച്ചാണെങ്കിലോ, അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിൽ കൂടുതൽ കോസ്റ്റ് ആകുന്നു, നിങ്ങൾ സെറ്റ് ചെയ്തതിലും കുറഞ്ഞ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയുള്ളെങ്കിൽ ദാറ്റ് ഈസ് അൺഫേവറബിൾ വേരിയൻസ്. ഓക്കെ, അപ്പോൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഏതുമാകാം എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് പ്രധാനമായും നമ്മൾ പഠിക്കുന്ന വേരിയൻസുകൾ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസസ്, ഓവർഹെഡ് വേരിയൻസസ്, സെയിൽസ് വേരിയൻസസ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള വേരിയൻസസ് എന്ന് പറയുന്നത്. സോ
ബേസിക് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എന്താണ് വേരിയൻസ് അനാലിസിസ് എന്താണ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. ഡയറക്റ്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ABCD, ഇതിലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യൂ എന്നുള്ളതിനപ്പുറം കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ്, സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് പൊതുവേ ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമുക്ക് സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്, ഐഡൻറ്റിഫൈങ് വേരിയൻസ് ആൻഡ് കോസ്റ്റസ് ഓഫ് വേരിയൻസ്, ഡിസ്പോസിംഗ് വേരിയൻസ് ടു കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഓപ്ഷൻസ് ദേ ഇങ്ങനെ വരും. സോ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് A ആണ്, സെക്കൻഡ് സ്റ്റെപ്പ് B ആണ്. ഇത്രയും നമുക്ക് സത്യം പറഞ്ഞൊരു ഓപ്ഷനിൽ നിന്ന് തന്നെ പിടികിട്ടും എന്നുള്ളതാണ്. എനിവേ നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേരിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യുവാണോ, വേരിയൻസ് ഈ പറയുന്ന P&L ട്രാൻസ്ഫർ ചെയ്യണോ, കമ്പാരിസൺ ആണോ ചെയ്യേണ്ടത്? കമ്പയർ ചെയ്തിട്ടല്ലേ വേരിയൻസ് വരുന്നത്. സോ AB കഴിഞ്ഞിട്ട് E വരും. AB കഴിഞ്ഞിട്ട് E വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻസ്, ഓപ്ഷൻ Aയും ഓപ്ഷൻ Cയും. സോ ഈ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് C ആണോ D ആണോ അടുത്ത് വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത എന്ത് വരണം? ഐഡൻറ്റിഫൈങ് വേരിയൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് വേരിയൻസ്. ആൻഡ് ഫൈനലി എന്ത് വരുള്ളൂ? ഡിസ്പൊസിഷൻ വരുള്ളൂ. സോ ABECD. സോ ഏത് ഓപ്ഷൻ വരും? കറക്റ്റ് ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ A. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ബേസ് കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്കൊരു ബേസ് കോൺസെപ്റ്റിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.